വർഷം മുൻപ് ഈ നടയിൽ ഞങ്ങളുടെ വിവാഹം, ഇന്നെന്റെ കണ്ണന്റെ. വൈകാരികമായി പ്രതികരിച്ച് ജയറാം. മകൻ കാളിദാസിന്റെ വിവാഹ ദിനത്തിൽ വൈകാരികമായി പ്രതികരിച്ച് നടൻ ജയറാം. 32 വർഷം മുൻപ് താൻ പാർവതിയെ താലി ചാർത്തിയ അതേ നടയിൽ വെച്ച് മകൻ കാളിദാസും വിവാഹിതനായത് ഭാഗ്യമായി കരുതുന്നുവെന്ന് ജയറാം പറഞ്ഞു. അന്ന് തന്റെ വിവാഹം കാണാൻ ആളുകൾ എത്തിയ പോലെ കാളിദാസിന്റെയും വിവാഹ ദിനത്തിൽ ഒരുപാട് പേരെത്തി. ഈ സന്തോഷം പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല. നിറകണ്ണുകളോടെ ജയറാം പറഞ്ഞു. കാളിദാസിന്റെ വിവാഹത്തിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു താരകുടുംബം. ജയറാമിന്റെ വാക്കുകൾ: ഞങ്ങളുടെ സന്തോഷം എത്രമാത്രമാണെന്നത് വാക്കുകളിൽ പറഞ്ഞു ഫലിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. 1992 സെപ്റ്റംബർ 7 തീയതി പാർവതിയുടെ കഴുത്തിൽ ഗുരുവായൂരപ്പന്റെ മുമ്പിൽ വെച്ച് താലി ചാർത്താൻ ഭാഗ്യമുണ്ടായി. അന്ന് ഞങ്ങൾ രണ്ടുപേരും ഒതുങ്ങുന്ന കുടുംബത്തിലേക്ക് പുതിയൊരു അതിഥിയെത്തി, കണ്ണൻ. പിന്നീട് ചക്കിമോളെത്തി. ഇപ്പോൾ 2 അതിഥികൾ കൂടി ഞങ്ങളുടെ കൂടെയുണ്ട്, ഒരു മോനും മോളും. ഞങ്ങൾക്കവരെ മരുമകനും മരുമകളുമല്ല, മകനും മകളുമാണ്. അത്രയധികം സന്തോഷം. പ്രത്യേകിച്ച് ഗുരുവായൂരപ്പന്റെ മുമ്പിൽ വെച്ച് കണ്ണനെ താരുവിന്റെ കഴുത്തിൽ താലി ചാർത്താനായതിൽ സന്തോഷം. ആളുകളുടെ പങ്കാളിത്തം, പ്രത്യേകിച്ച് എല്ലാവരുടെയും പിന്തുണ പറഞ്ഞറിയിക്കാനാകാത്തതാണ്. കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും ആളുകൾ കൂടിയതുപോലെ മകന്റെയും മകളുടെയും കല്യാണത്തിനും എത്തിയതിൽ ഒരുപാട് സന്തോഷം. എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. അവരുടെ പ്രാർത്ഥന ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അതുതന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം, ജയറാം പറയുന്നു. എന്റെ ലിറ്റിൽ എന്റെ താരിണി, കാളിദാസ്. വലിയൊരു സ്വപ്നമാണ് സാക്ഷാത്കരിക്കപ്പെട്ടതെന്ന് വിവാഹശേഷം കാളിദാസ് പറഞ്ഞു. എന്റെ വലിയൊരു സ്വപ്നമാണ് ഇന്ന് സാക്ഷാത്കരിക്കപ്പെട്ടത്. ഞാൻ ലിറ്റിൽ എന്ന് വിളിക്കുന്ന താരിണിക്കൊപ്പം ഒരു ഘട്ടം. ജീവിതത്തിലെ പുതിയ വഴിത്തിരിവാണ്. പ്രീ വെഡിങ് പാർട്ടിയിൽ കുറച്ച് ടെൻഷൻ തോന്നിയിരുന്നു. ഗുരുവായൂർ അമ്പലത്തിൽ കയറിയപ്പോൾ മുതൽ ശാന്തത തോന്നി. വിവാഹ ദിനത്തിലെ സന്തോഷം പങ്കിട്ട് കാളിദാസ് പറഞ്ഞു. ഈ സന്തോഷം വാക്കുകളിൽ വിവരിക്കാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറത്താണെന്ന് താരണിയും പ്രതികരിച്ചു. ചേട്ടന്റെ വിവാഹത്തിന്റെ ഉത്തരവാദിത്തമുള്ളതിനാൽ അല്പം ടെൻഷനിലായിരുന്നുവെന്ന് മാളവിക പറഞ്ഞു. ചേട്ടൻ എന്നതിനേക്കാൾ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്. ആദ്യം ടെൻഷൻ ഉണ്ടായിരുന്നു. താരണിയെ ലിറ്റിൽ എന്നാണ് വിളിക്കുക. ലിറ്റിൽ ഞങ്ങൾക്ക് പുതിയൊരു അംഗമല്ല. ഞങ്ങളുടെ വീടിന്റെ ഒരു ഭാഗം എപ്പോഴോ ആഴിക്കഴിഞ്ഞു. ഞങ്ങൾ ഒരുമിച്ചൊരു ഫാമിലി ട്രിപ്പ് പോകുന്നുണ്ട്. ക്രിസ്മസും പുതുവർഷവും ഒരുമിച്ചായിരിക്കും, മാളവിക പറഞ്ഞു. താരപ്പകിട്ടോടെ വിവാഹം. ഗുരുവായൂർ ക്ഷേത്രസന്നിധിയിൽ രാവിലെ 7:15-നും 8-നും ഇടയിലെ മുഹൂർത്തത്തിലായിരുന്നു കാളിദാസിന്റെയും താരിണിയുടെയും വിവാഹം. ചെന്നൈയിലെ പ്രശസ്തമായ കലിംഗരായർ കുടുംബാംഗമാണ് മോഡൽ കൂടിയായ താരിണി. മന്ത്രി മുഹമ്മദ് റിയാസ്, സുരേഷ് ഗോപി, ഗോകുൽ സുരേഷ് ഉൾപ്പെടെ ചലച്ചിത്ര രാഷ്ട്രീയ രംഗത്തെ പ്രശസ്തർ കല്യാണത്തിൽ പങ്കെടുത്തു. കഴിഞ്ഞ നവംബറിലായിരുന്നു കാളിദാസും താരിണിയും തമ്മിലുള്ള വിവാഹ നിശ്ചയം. ഇരുവരുടേതും പ്രണയ വിവാഹമാണ്. നീലഗിരി സ്വദേശിയാണ് 24-കാരിയായ തരിണി. 2021 മിസ് യൂണിവേഴ്സ് ഇന്ത്യ 3rd റണ്ണറപ്പ് കൂടിയായ തരിണി വിഷ്വൽ കമ്മ്യൂണിക്കേഷനിൽ ബിരുദം നേടിയിട്ടുണ്ട്.